ഗുജറാത്തിനെ തകർത്ത് IPL ഫൈനലിലേക്ക് രാജകീയമായി മാർച്ച് ചെയ്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഒന്നാം ക്വാളിഫയറിൽ ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ കരുത്തിലാണ് ബംഗളൂരു 92 റൺസിന്റെ ജയം സ്വന്തമാക്കിയത്. നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച് രജത് ഉരുപ്പിട്ട റെക്കോർഡുകളാണ് ഇന്നലെ തകർത്തടിച്ചത്. കരുത്തുറ്റ ബോളിംഗ് നിരയുള്ള ഗുജറാത്തിനെതിരെ 21 പന്തിലാണ് രജത് അർദ്ധ സെഞ്ചുറി നേടിയത്. IPL പ്ലേ ഓഫിൽ പന്തുകളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 50 നേടുന്ന നാലാമത്തെ താരമായി രജത് മാറിയിരിക്കുകയാണ്. ഡെയ്ൻ സ്മിത്ത്, വീരേന്ദ്ര സെവാഗ് എന്നിവരോടൊപ്പമാണ് നിലവിൽ രജത്തുള്ളത്. 2014 പഞ്ചാബിനെതിരെ 16 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സുരേഷ് റെയ്നയാണ് ഈ റെക്കോർഡിൽ തലപ്പത്ത്. 2009 ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 17 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ആദം ഇംഗ്ലീഷാണ് റെക്കോർഡിൽ രണ്ടാമതുള്ളത്. 2012 RCBക്കെതിരെ 20 പന്തിൽ 50 നേടിയ MS ധോണി മൂന്നാം സ്ഥാനത്തുമുണ്ട്. RCBയെ കന്നി കിരീടത്തിലേക്ക് നയിച്ച രജത് ഈ സീസണിലും മിന്നും ഫോമിലാണുള്ളത്. രാജസ്ഥാൻ, മുംബൈ, ലക്നൗ, ഹൈദരാബാദ്, ഗുജറാത്ത് ടീമുകൾക്കെതിരെ അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്താൻ രജത്തിന് സാധിച്ചു. കഗിസോർ റബാഡയ്ക്കെതിരെ രജത് കളിച്ച ഷോട്ട് വിരാട് കോഹ്ലിയെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. രജത് സെഞ്ചുറി നേടുമെന്ന് പ്രതീക്ഷയെങ്കിലും 33 പന്തിൽ 93 റൺസോടെ പുറത്താവാതെ നിന്നു. 5 4ഉം 9 6ഉമാണ് രജത് നേടിയത്. കുറച്ച് പന്തുകൾ കൂടി ലഭിച്ചിരുന്നെങ്കിൽ സെഞ്ചുറിയുടെ റെക്കോർഡിടാൻ താരത്തിന് സാധിക്കുമായിരുന്നു. ഈ സീസണിൽ 456 റൺസാണ് രജത് നേടിയത്. 44.18 ശരാശരിയും 196.76 സ്ട്രൈക്ക് റേറ്റിലുമാണ് രജത് മിന്നിക്കുന്നത്. 29 4ഉം 41 6ഉം താരം പറത്തി. നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ രജത്തിന് സാധിക്കുന്നതാണ് എടുത്തു പറയേണ്ടത്. IPL പ്ലേ ഓഫിൽ ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡിലേക്ക് എത്താനും രജത്തിനായി. ഡേവിഡ് വാർണർ 58 പന്തിൽ 93 റൺസ് നേടിയിട്ടുണ്ട്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ RCBക്കായി വന്നവരെല്ലാം വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. വെങ്കടേഷ് അയ്യർ 7 പന്തിൽ 19 റൺസോടെ വെടിക്കെട്ടിന് തുടക്കമിട്ടു. വിരാട് കോഹ്ലി 25 പന്തിൽ 5 4ഉം 1 6ഉം ഉൾപ്പെടെ 43 റൺസ് നേടിയപ്പോൾ ദേവദത്ത് പടിക്കൽ 19 പന്തിൽ 30 റൺസ് നേടി. കൃണാൽ പാണ്ഡ്യയും നിർണായക പ്രകടനം കാഴ്ചവെച്ചു. 28 പന്തിൽ 43 റൺസാണ് കൃണാലിന് നേടാനായത്. 5 4ഉം 2 6ഉം താരം നേടി. അതേസമയം വലിയ പ്രതീക്ഷകളുമായി എത്തിയ ഗുജറാത്തിന്റെ തോൽവിയുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തത് മോശം ഫീൽഡിംഗ് ആണ്. തുടക്കത്തിൽ മികച്ച ഫീൽഡിംഗ് പ്രകടനം നടത്താൻ ഗുജറാത്തിന് സാധിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാതെ പോയത് പ്ലേ ഓഫിൽ തിരിച്ചടിയായി മാറി. പ്രധാനമായും RCB നായകൻ രജത് പാട്ടിദാറിനെ 2 തവണയാണ് കൈവിട്ട് കളഞ്ഞത്. വെറും 20 റൺസിൽ നിൽക്കവേ രജത്തിനെ പുറത്താക്കാൻ ലഭിച്ച അവസരം പാഴാക്കിയത് മത്സരത്തിൽ തിരിച്ചടിയായി മാറി. 13ാം ഓവറിലായിരുന്നു ഈ പിഴവ്. പ്രസിദ്ധന്റെ ഓവറിലെ ആദ്യ പന്ത് എഡ്ജായതോടെ പന്ത് വിക്കറ്റ് കീപ്പറുടെ പിന്നിലേക്ക് ഉയർന്നു. വിക്കറ്റ് കീപ്പറായ ജോസ് ബട്ട്ലറും ജേസൺ ഹോൾഡറും ക്യാച്ചിനായി ഓടി. എന്നാൽ രണ്ടുപേർക്കും കൃത്യമായി ധാരണയില്ലാതെ വന്നതോടെ ക്യാച്ച് അവസരം നഷ്ടമായി. 2 പന്തുകൾക്ക് ശേഷം വീണ്ടും ഒരു അവസരം ഗുജറാത്ത് നഷ്ടപ്പെടുത്തി. പ്രസിദ്ധന്റെ പന്തിൽ അനായാസമായി കയ്യിലൊതുക്കാൻ കഴിയുമായിരുന്ന ക്യാച്ച് കഗിസോർ റബാഡയാണ് കൈവിട്ടത്. 2 ലൈഫ് ലഭിച്ചതോടെ രജത് 33 പന്തിൽ 5 4ഉം 9 6ഉം ഉൾപ്പെടെ 93 റൺസോടെ പുറത്താവാതെ നിന്നു. RCBക്ക് കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ നിർണായകമായത് രജത്തിന്റെ ഈ പ്രകടനമായിരുന്നു. ഗുജറാത്തിന്റെ ബൗളർമാർ ഈ സീസണിൽ മികച്ച ഫോമിലായിരുന്നു. എന്നാൽ ഒന്നാം ക്വാളിഫയറിൽ നന്നായി തല്ലുകൊണ്ടു. മുഹമ്മദ് സിറാജ് ആദ്യ ഓവറിൽ മിടുക്ക് കാട്ടിയിരുന്നു. എന്നാൽ പിന്നീട് 3 ഓവറിൽ 46 റൺസ് വഴങ്ങിയ സിറാജിന് വിക്കറ്റൊന്നും നേടാനായില്ല. കഗിസോർ റബാഡ 2 വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും 54 റൺസാണ് വിട്ടുകൊടുത്തത്. പ്രസിദ്ധ് കൃഷ്ണ 1 വിക്കറ്റ് നേടിയപ്പോൾ 53 റൺസാണ് വഴങ്ങിയത്. ഗുജറാത്തിന്റെ ഈ സീസണിലെ മുന്നേറ്റത്തിന് കരുത്തായത് ഈ പേസർമാരായിരുന്നു. എന്നാൽ ഇവർക്ക് മികവ് കാട്ടാൻ സാധിക്കാതെ പോയത് വലിയ തിരിച്ചടിയായി മാറി. RCBയുടെ ആക്രമണോത്സുക ബാറ്റിങ്ങിന് ഗുജറാത്ത് ബോളർമാർ ഉത്തരമില്ലാതെ പോയി. തോൽവിയുടെ മറ്റൊരു കാരണം ബാറ്റിംഗ് തകർച്ചയാണ്. ഗുജറാത്തിന്റെ ബാറ്റിങ്ങിന്റെ നട്ടല് ടോപ്പ് 3 ബാറ്റ്സ്മാനാണ്. ഈ 3 ബാറ്റ്സ്മാർക്കും തിളങ്ങാൻ സാധിക്കാതെ പോയത് വലിയ തിരിച്ചടിയായി. സായ് സുദർശൻ 9 പന്തിൽ 14 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ശുഭ്മൻ ഗിൽ 7 പന്തിൽ 2 റൺസ് എടുത്ത് മടങ്ങി. ജോസ് ബട്ട്ലർ 11 പന്തിൽ 23 റൺസോടെ കസറിയെങ്കിലും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനായില്ല. ഈ 3 പേരും ഫ്ലോപ്പായതോടെ പിന്നാലെത്തിയ ബാറ്റ്സ്മാരും സമ്മർദ്ദത്തിലാവുകയും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇത് ഗുജറാത്തിന്റെ തോൽവിക്ക് പ്രധാന കാരണമായി.